ഓം ധ്യായാമോ ധവളാവകുണ്ഡനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാഗ്നികാം ഈശ്വരീം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യും ജന്മന മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനദാനവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം. ദീർഘാവിരുദ്ധപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഹത്യാപടിക്കിലും ചുരുകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം. പുത്രാഭിലാഷ സുപുത്രനെയും തഥാ സിദ്ധിക്കും അനുജനങ്ങളാൽ സമ്മതം. വിദ്യാഭിലാഷി മഹാബുധനായി വരും. പന്ധ്യായി ബുദ്ധി കീട്ടിയിടുകിൽ നല്ലൊരു സന്തതി ഉണ്ടാമുകൾക്കെന്ന് നിർണയം. ഭക്തനായുള്ളവൻ മുക്തനായി വന്നിടും. അർത്ഥി കീട്ടിയിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി. ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിത് കേൾക്കിൽ നിർഭയനായി വരും. വ്യാധിതൻ കേൾക്കിൽ അനാഥനായി വരും.
ഭൂതദൈവാത്മൂത്തം വാഴനുണ്ടാകും. ആദികളെല്ലാം അകന്നു പോകും നിർണയം. ദേവപ്രതിഗണ താമസമുഖ്യന്മാർ ഏവരും ഏറ്റവും പ്രസാദിക്കും അത്യരം. കൽമഷമെല്ലാം അകരുമതയല്ല, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണ പരമേശ്വരൻ ആദ്രസുതയ്ക്കു ഉപദേശിച്ചതാൽ നിത്യവും ശുദ്ധബുദ്ധിയ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്യലും മുതാ കേൾക്കലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ഭക്തമോദം പരമാർത്ഥം തൊക്കവേ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഓം നമഃ ശിവായ. രാമായണ പാരായണ പുണ്യത്തിന്റെ ഫലശ്രുതിയാണ് നാം ശ്രവിച്ചത്. ശുദ്ധവും ഏകാഗ്രവുമായ മനസ്സോടെ ഭക്തിപൂർവം രാമായണം പാരായണം ചെയ്യുന്നവർക്കും കേൾക്കുന്നവർക്കും ധനധാന്യ സമൃദ്ധിയും ശത്രുനാശവും ആരോഗ്യവും ഐശ്വര്യവും ദുഃഖനിവാരണവും സന്താനലബ്ധിയും ഉദ്ദിഷ്ട കാര്യസിദ്ധിയും കൈവരുമെന്ന് ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് അരുൾ ചെയ്തിട്ടുണ്ട്. രാമായണം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ സംസ്കാരത്തിന്റെ കൈമാറ്റം തന്നെയാണ് നടക്കുന്നത്. ഓം നമഃ ശിവായ.